റേഷൻ കാർഡിന്റെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ബാങ്ക് ലോണിനും മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾക്കും അപേക്ഷിക്കുമ്പോഴോ ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ഒന്നാണ് കെട്ടിട നികുതി റെസിപ്റ്റ് അഥവാ പ്രോപ്പർട്ടി ടാക്സ് റെസിപ്റ്റ്. എന്നാൽ പലപ്പോഴും നമ്മൾ അടച്ച റെസിപ്റ്റ് എവിടെയെങ്കിലും വച്ച് മറന്നു പോവുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്യാറുണ്ട്. പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പോയി ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക എന്നത് ഒത്തിരി സമയനഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. കേരള സർക്കാരിന്റെ കെ സ്മാർട്ട് പോർട്ടൽ വഴി നമ്മൾ മുൻപ് അടച്ച നികുതിയുടെ ഒഫീഷ്യൽ QR കോഡോട് കൂടിയ ഡിജിറ്റൽ റെസിപ്റ്റ് വെറും 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നികുതി അടച്ചപ്പോൾ നമ്മൾ നൽകിയ മൊബൈൽ നമ്പറും അതിലേക്ക് വരുന്ന ഒരു OTP മാത്രം മതി ഇതിന്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കെട്ടിട നമ്പറോ വാർഡ് നമ്പറോ പോലും ഇല്ലാതെ വെറും ഫോൺ നമ്പർ ഉപയോഗിച്ച് ഈ ഒരു റെസിപ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ യഥാസമയം ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നിങ്ങളുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെ സെർച്ച് ബാറിൽ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് കാണാം കെ സ്മാർട്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് നൽകുന്നതോടെ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടുന്ന് നമ്മൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ക്വിക്ക് സർവീസസ് എന്നുള്ളതിൽ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ പ്രോപ്പർട്ടി ടാക്സ് എന്നുള്ള ഓപ്ഷനിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. പ്രോപ്പർട്ടി ടാക്സ്, ക്വിക്ക് പേ, ഡൗൺലോഡ് റെസിപ്റ്റ്, എസ്റ്റിമേറ്റ് ടാക്സ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിൽ നിന്നും ഡൗൺലോഡ് റെസിപ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് നൽകാം. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ തന്നെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെയുള്ള ഗെറ്റ് OTP എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. OTP സെൻഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു 6 അക്ക OTP കോഡ് നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് അവിടെ വന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാവുന്നതാണ്. തുടർന്ന് ഇവിടെയുള്ള വലതുവശത്ത് കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്റ്റ് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. ശേഷം ഇനി നമുക്കത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പ്രിൻ്റ് ഔട്ട് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ കെ സ്മാർട്ട് പോർട്ടൽ വഴി നമ്മുടെ കെട്ടിട നികുതി അടച്ച റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പോയി ക്യൂ നിൽക്കാതെ വീട്ടിലിരുന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്ത ഈ PDF ഫയൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഒറിജിനൽ റെസിപ്റ്റിന് പകരമായി തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം.